നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് മംഗല്യ ദോഷം മാറാനുള്ള പരിഹാരങ്ങളാണ്. മംഗല്യ ദോഷം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴിപാടുകൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫലം എന്നതിനെ കുറിച്ചും ഇതിനൊരു മന്ത്രമുണ്ട്. ഇത് 21 പ്രാവശ്യം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര വലിയ കഠിനമായ ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ കല്യാണം നടക്കാതെ നമ്മുടെ നാട്ടിൽ പൊതുവേ പറയാം മാരേജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ജാതകദോഷമാണ്. ജാതകദോഷം കൊണ്ടാണ് നടക്കാത്തത്. ഒരു പരിധി വരെ അത് ശരിയായിരിക്കാം. എങ്കിലും കൂടെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ സ്വയംവര പൂജയ്ക്കും സ്വയംവര പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 11 തിങ്കളാഴ്ച അല്ലെങ്കിൽ 11 വെള്ളിയാഴ്ച സ്വയംവര പൂജയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാരേജ് നടക്കുന്നതാണ്. അടുത്ത പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ചോറ്റാനിക്കര അമ്മയ്ക്ക് 11 രൂപ ഒഴിഞ്ഞ് കെട്ടിവെക്കലാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമുക്ക് മകൾക്കോ മകനോ ആണ് കല്യാണം നടക്കേണ്ടതെങ്കിൽ അവരുടെ പേര് നക്ഷത്രം മനസ്സിൽ വിചാരിച്ചിട്ട് 11 രൂപ എടുത്തിട്ട് ഒരു നല്ല വെള്ളത്തുണി എടുത്ത് അതിൽ കെട്ടിയിട്ട് വെക്കുക. അപ്പം നമ്മൾ പട്ടും താലിയും കൂടെ നേരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ മാരേജ് എൻ്റെ മകളുടെ ആണെങ്കിൽ മകൻ്റെ ആണെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടും താലിയും അമ്മയ്ക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറഞ്ഞ് നേർന്നു വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു കിട്ടുന്നതാണ്. ഇതല്ലാതെ തന്നെ അവിടെ തന്നെ ഒരു പ്രത്യേക വഴിപാട് പറയുന്നത് കുംഭമാസത്തിലെ മകം തൊഴുതു കഴിഞ്ഞാൽ മംഗല്യദോഷമുള്ളവർക്കും അത് മാറി മംഗല്യം നടന്നു കിട്ടും എന്നൊരു ഇതും കൂടെ അവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കുംഭമാസത്തിലെ മകം നാൾ വരുമ്പോൾ അവിടെ വിശേഷ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൂജയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ സ്വയംവര പൂജയ്ക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആ ദൈവത്തിനെ കണ്ട് തൊഴുതിയിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. നമ്മളൊരു പട്ടും താലിയും സമർപ്പിക്കുക. എനിക്ക് അടുത്ത വർഷം മകൻ നാളാകുമ്പോഴേക്കും എൻ്റെ മകനാണെങ്കിൽ മകൾക്കാണെങ്കിൽ കല്യാണം കഴിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും മംഗല്യദോഷം മാറി ആ കുട്ടികൾക്ക് കല്യാണം നടന്നു കിട്ടുന്നതാണ്. ഇഷ്ടവിവാഹമാണ് നടക്കണമെങ്കിൽ മംഗല്യ പുഷ്പാഞ്ജലി ആനന്ദവല്ലീശ്വരം എന്ന ക്ഷേത്രത്തില് പൗർണമി നാളില് ശ്രീ പാർവതി പരമേശ്വരന്മാരാണ് അവിടെ ഉള്ളത്. പാർവതിയുടെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് മംഗല്യ പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നാൽ ശിവനും പാർവതിയും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മംഗല്യ പുഷ്പാഞ്ജലി നടത്തിയ ഇഷ്ടവിവാഹം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇല്ല ഒരുപാട് കഠിനമായ ദോഷം കാരണം കൊണ്ട് വയസ്സ് കൂടി പോകുന്നു, മംഗല്യം നടക്കുന്നില്ല എന്നുള്ളവർക്ക് മന്ത്രജപത്തിലൂടെയും മംഗല്യദോഷം മാറ്റിയെടുക്കാവും പറ്റുന്നതാണ്. അപ്പൊ മംഗല്യദോഷം മാറാൻ വേണ്ടിയിട്ട് ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് ഞാൻ ഇതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വയസ്സിലും ഒരു കുട്ടിക്ക് ഒരു ജാതകം എഴുതുമ്പോൾ തന്നെ ഇന്ന വയസ്സിൽ അവർക്ക് ജാതകത്തിൽ മാരേജ് നടക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അച്ഛനമ്മ പറഞ്ഞ 23, 24 നടക്കാനുണ്ടെങ്കിൽ ഇനിയും അതുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ചിലർക്ക് സമയമായിട്ടുണ്ടാവില്ല, നേരത്തെ നടത്തി കൊടുക്കും. അങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഡൈവേഴ്സ് ആയിട്ടും മറ്റും വരാറുണ്ട്. അത് ജാതകത്തിലുണ്ട്. ആ കുട്ടിക്ക് സമയമായിട്ടില്ല, നേരത്തെ നടത്തി. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ പോയി അവർ പല പ്രശ്നങ്ങളുമായി. അത് കാരണം കൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ വീണ്ടും റീമാരേജ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ പൂർണ്ണമായിട്ടും മംഗല്യം നടക്കാണ്ടാവണത് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ചൊവ്വാദോഷം അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ലാണ്. എത്ര വലിയ ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രജപത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നിത്യേന മന്ത്രം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മംഗല്യദോഷം മാറാനുള്ള മന്ത്രം ജപിച്ച് ഒരു 6 മാസം തുടർച്ചയായി 1 വർഷമൊക്കെ ജപിക്കുകയാണെങ്കിൽ എത്ര കഠിനമായ ദോഷമുള്ളവർക്കും അത് മാറിക്കിട്ടാൻ മാത്രമല്ല മംഗല്യം നടന്നു കിട്ടും, വിവാഹം നടക്കും. നമ്മളുടെ പരിശ്രമവും കൂടെ വേണം. കാരണം വെച്ചാൽ നമ്മൾ നടക്കട്ടെ പറഞ്ഞിരുന്നാൽ ഏതും നടക്കില്ല. നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും കൂടെ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നടന്നു കിട്ടുന്നതാണ്. അപ്പൊ ആ മന്ത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അജഗൃഷിഹി ജഗദീചന്ദഃ സ്വയംവര പാർവതീ ദേവത ഓം ഹ്രീം യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വർഷം ആകർഷയ സ്വഹ. ഈ മന്ത്രം 21 പ്രാവശ്യം പറയുക. 21 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസം അതായത് നമ്മൾ ആദ്യം ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതി വന്നിട്ട് വേണം ഇത് ജപിക്കാൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും
അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല. പക്ഷെ ശിവക്ഷേത്രത്തിലോ ശിവപാർവതി ക്ഷേത്രത്തിലോ പോയി തൊഴുതി വന്നിട്ട് നമ്മൾ ഈ മന്ത്രജപം തുടങ്ങണം. ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ മന്ത്രം ജപിക്കുകയാണ്. ആദ്യം വിഘ്നേശ്വരടുത്ത് എപ്പോഴും വിഘ്നേശ്വരടുത്ത് സമ്മതം വാങ്ങിക്കുന്ന പോലെ ഭഗവാനോട് പറയണം, ഭഗവാനെ ഞാൻ ഈ മന്ത്രം ജപിക്കാൻ പോവാണ്, എൻ്റെ ഈ മന്ത്രം തടസ്സമില്ലാതെ ജപിച്ചു കിട്ടണേ, ഞാൻ വിചാരിച്ച കാര്യം നടന്നു കിട്ടണേ എന്ന് ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാൻ ശിവപാർവതി ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് നല്ല നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് വെച്ചിട്ട് ഇത് 21 പ്രാവശ്യം ജപിക്കുക. തുടർച്ചയായിട്ട് ഒരു 48 ദിവസം ജപിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ മന്ത്രജപം കൊണ്ട് നമുക്ക് വരുന്നത് എത്ര വലിയ ദോഷം മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ 6 മാസവും 1 വർഷവും തുടർച്ചയായി ജപിക്കേണ്ടി വരുന്നു മാത്രം. അപ്പൊ അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിൽ മാറി കല്യാണം നടന്നു കിട്ടുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.